ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷനിലെ 6th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഡു ഇറ്റ്. ഇവിടെ പറയുന്നത് ദ മാസ് ഡെൻസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഓഫ് റേഡിയസ് ആർ വേരീസ് വിത്ത് ദ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ഇറ്റ് സെൻറ്റർ ആസ് ദിസ്. ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു പ്ലാനറ്റ് ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. പ്ലാനറ്റ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് പോകും തോറും അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ സെൻറ്ററിൽ നിന്ന് പോകുന്ന ഡിസ്റ്റൻസ് ആറാണെങ്കിൽ ആ ഒരു ആറിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസിലെ ഡെൻസിറ്റി നമുക്ക് കിട്ടും. ക്ലിയർ? ശരി. ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ദെൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് മാക്സിമം അറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡെൻസിറ്റി വേരിയിങ് ആണ്, മാസ് പല ഭാഗത്തും വേരിയിങ് ആണെങ്കിൽ ഇതിൽ ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാക്സിമം ആവാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മാക്സിമം കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ ഞാൻ ഇ എന്ന് എടുക്കുകയാണ്. സോ ആദ്യം നമുക്ക് ഇ ആസ് എ ഫങ്ഷൻ ഓഫ് ആറ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ആറിൻ്റെ ഫംഗ്ഷനായിട്ട് ഇ കണ്ടുപിടിക്കണം. ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമ്മൾ ആറ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 എന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയല്ല നമ്മൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഫംഗ്ഷനെ ഈക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഇ ആസ് ഫംഗ്ഷൻ ഓഫ് ആറ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ ഇതിൽ സെൻറ്ററിൽ നിന്നും ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസ് ആക്കി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു സ്പിയർ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. സ്പിയർ കൺസിഡർ ചെയ്തു. ഈ സ്പിയറിൻ്റെ ഈ ഒരു പോയിൻറ്റിലെ ഫീൽഡ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു സോളിഡ് സ്പിയറാണ്. സോളിഡ് സ്പിയറിൻ്റെ ഒരു സർഫസ് പോയിൻ്റ് ആണ് അല്ലേ അത്. അപ്പോൾ അവിടുത്തെ ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഇതാണ്, gm/, ആ സ്പിയറിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ. ശരിയല്ലേ? യെസ്. ഇനി ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇച്ചിരി വലിയ പ്രശ്നമാണ്, കുറച്ച് സമയം എടുക്കുന്ന പ്രശ്നമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാസ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതോറും മാസ് വേരിയിങ് ആണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ടോട്ടൽ മാസ് കണ്ടുപിടിക്കുകയും വേണം. മാസ് വേരിയിങ്ങും ആണ്, ഈ ടോട്ടൽ മാസ് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ ഈ വേരിയിങ് ആയിട്ടുള്ള കേസിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ പരിപാടി. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു കാര്യം വേരിയിങ് ആണെങ്കിൽ അവിടെ അതിൻ്റെ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ എക്സ് ഡിസ്റ്റൻസ് ആക്കി ഞാൻ എന്ത് ചെയ്തു, ഒരു ഷെല്ല് കൺസിഡർ ചെയ്തു. എക്സ് ഡിസ്റ്റൻസ് ആക്കി ഞാൻ എന്ത് ചെയ്തു, ഒരു ഭയങ്കര തിക്നെസ് കുറഞ്ഞൊരു ഷെല്ല്, കണ്ടോ, ഒരു നേരമായിട്ടുള്ള ഷെല്ല് കൺസിഡർ ചെയ്തു. ഈ ഷെല്ലിൻ്റെ തിക്നെസ് എത്രയാണ്? എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് ഷെല്ല് കൺസിഡർ ചെയ്തത്. അതിൻ്റെ തിക്നെസ് ഞാൻ എന്തായിട്ട് എടുത്തു? dx എന്ന് എടുത്തു. ക്ലിയർ? എക്സ് ഡിസ്റ്റൻസ് അകലെ dx തിക്നെസ് ഉള്ളൊരു ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ പറയാം, ശ്രദ്ധിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ dx തിക്നെസ് ഉള്ള ഈ ഒരു ഷെല്ലിൻ്റെ മാസ് അത് കണ്ടുപിടിച്ചാലേ നമുക്ക്. അതെങ്ങനെ കണ്ടുപിടിക്കുക? dx തിക്നെസ് ഉള്ള ഈ ഒരു ഷെല്ലിൻ്റെ മാസ് അത് ഞാൻ കണ്ടുപിടിക്കാൻ പോകാം കേട്ടോ. ഈ ഒരു ഷെല്ലിൻ്റെ മാസ്, സാർ അത് തിക്നെസ് ഭയങ്കര കുറഞ്ഞ ഷെല്ലല്ലേ? അതെ, അതുകൊണ്ട് അതിൻ്റെ മാസ് വളരെ കുറവായിരിക്കില്ലേ? അതെ, അതിനെ ഞാൻ dm എന്ന് വിളിച്ചു. ക്ലിയർ? ആ ഷെല്ലിൻ്റെ മാസിനെ dm എന്ന് വിളിച്ചു. ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചെറിയ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാർ? ചെറിയ മാസ്, ഈ ഷെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാർ? ഷെല്ലിൻ്റെ വോളിയത്തിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. യെസ് ഓർ നോ? ശരി. സാർ ഇനിയിപ്പോൾ ഈ ഷെല്ലിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഏതൊരു സാധനത്തിന് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഏരിയ ഇൻറ്റു തിക്നെസ്. അപ്പോൾ ഈ ഷെല്ലിൻ്റെ ഏരിയ എന്താ സാർ? ഷെല്ലെന്ന് പറഞ്ഞതിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? വോളിയം കണ്ടുപിടിക്കാൻ പോകണ്ടോ? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നും പറയാം. സോ ഇത് നമ്മളതിനെ കണ്ടുപിടിക്കുക. വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ എത്രയാണ്? 4π റേഡിയസ് എക്സ് ആണ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഈ തിക്നെസ് എത്രയാണ്? dx ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വോളിയം 4πx² dx ഇൻറ്റു ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി റോ നോട്ട് ഇൻറ്റു 1 - r²/x² ആണെന്ത്? r². നമുക്ക് ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴേ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ നോക്കടാ, ഇവിടെ ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കേണ്ടത്? എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഡെൻസിറ്റിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ ആറിന് വരെ ഇവിടെ x² എന്നിട്ടു ഡിവൈഡഡ് ബൈ ഈ ക്യാപിറ്റൽ R കോൺസ്റ്റൻറ്റ്, അത് സ്പിയറിൻ്റെ റേഡിയസ് ആണ്. ഇങ്ങനെ ഇട്ട് കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ചെറിയ ഷെല്ലിൻ്റെ മാസ് കിട്ടി. എനിക്ക് ഇനി എന്ത് വേണം? ഈ കംപ്ലീറ്റ് സ്പിയറിൻ്റെ മാസ് വേണം അല്ലേ? ഈ ഒരു സ്പിയറിൻ്റെ മാസ് വേണം. അത് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ടോട്ടൽ മാസ് എനിക്ക് വേണ്ട ഈ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റഗ്രൽ ഡി എം ആയിരിക്കും. ഇൻറ്റഗ്രേഷൻ ഓഫ് ഡി എം, അതായത് ഇൻറ്റഗ്രേഷൻ ഓഫ് 4πx² dx ഇൻറ്റു റോ നോട്ട് ഇൻറ്റു 1 - x²/r². ഓക്കെ സാർ, അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷന് ലിമിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ലിമിറ്റ് ഉണ്ട്. ശ്രദ്ധിക്കാം. ഇതിൽ എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ആദ്യത്തെ ഷെല്ല് ഇവിടെ ആയിരിക്കും. ഈ ഷെല്ലിൻ്റെ മാസ് വേണം, പ്ലസ് അടുത്ത ഷെല്ലിൻ്റെ മാസ്, പ്ലസ് അടുത്ത ഷെല്ലിൻ്റെ മാസ് അല്ലേ? അതായത് എക്സിൻ്റെ വാല്യൂ 0 ഉള്ളപ്പോഴുള്ള ഷെല്ലിൻ്റെ മാസ് മുതൽ എക്സിൻ്റെ വാല്യൂ 6 വരെ ആകുമ്പോഴുള്ള ഷെല്ലിൻ്റെ മാസ്, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക? ഈ 6 റേഡിയസ് ഉള്ള ഈ ഒരു സ്പിയറിൻ്റെ മാസ് കിട്ടുക. യെസ് ഓർ നോ? ഈ ഷെല്ലുകൾ ചേർന്നാണ് എന്തുണ്ടാവുക? സ്പിയർ ഉണ്ടാവുക. ക്ലിയർ? ശരി. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ മാസ്. നമുക്കിത് കണ്ടുപിടിക്കാം. ഞാനിത് വീണ്ടും കണ്ടുപിടിക്കുമ്പോൾ മാസ് ഈക്വൽ ടു ടോട്ടൽ മാസിന് ഇൻറ്റഗ്രേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാസ് ഈക്വൽ ടു ഇവിടെ 4π പുറത്തുണ്ട്, ഈ x² പിന്നെന്താ റോ നോട്ട് കോൺസ്റ്റൻ്റ്, അതിനൊക്കെ ഞാൻ പുറത്തെടുത്തു. പിന്നെ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പോകാം കേട്ടോ. ബാക്കി ഈ x² dx ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രേഷൻ 0 to r x² dx ഇവിടെ വന്നു. ദെൻ മൈനസ് ഓഫ് ഇൻറ്റഗ്രേഷൻ 0 to r x² dx ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to 4 by r r² ഇല്ല, ഇവിടെ r² dx എന്ന് കിട്ടും. ശരിയല്ലേ? യെസ്. സോ നമുക്കിത് കണ്ടുപിടിക്കുമ്പോൾ മാസ് ഈസ് ഈക്വൽ ടു 4π റോ നോട്ട്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 3/3 ലിമിറ്റ് 0 മുതൽ r വരെ, മൈനസ് ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 5/5 r² ലിമിറ്റ് 0 മുതൽ r വരെ. കിട്ടിയില്ലേ? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഫൈനലി മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? മാസ് ഈക്വൽ ടു 4π റോ നോട്ട്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക /3. ദെൻ എക്സിൻ്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കണ്ട. പിന്നെ മൈനസ് ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ r raised to 5 എക്സിൻ്റെ പ്ലേസിൽ r ഇട്ടു, അപ്പോൾ r raised to 5/5r². ക്ലിയർ? മാസ് കിട്ടി. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു വിധം പരിപാടികൾ കഴിഞ്ഞു. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ കണ്ടുപിടിക്കാം. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഇൻറ്റു മാസ് എത്രയാണ് കിട്ടിയത്? മാസ് 4π റോ നോട്ട് ഇൻറ്റു r³ / 3 മൈനസ് r raised to 5/5r². ഇനി നമ്മൾ എന്ത് ചെയ്യണം? r² കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ ഡിവിഷൻ ബൈ r² ഞാൻ ഇവിടെ എഴുതുകയാണ്. ക്ലിയർ? ശരി. അപ്പോൾ ഇതിനൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈയുടെ വാല്യൂ എന്ത് കിട്ടും? ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് ജി ഇൻറ്റു 4π റോ നോട്ട് ഈ r² യെസ്, നമ്മൾ r² കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. r² കൊണ്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ r/3 എന്ന് വരും. ശരിയല്ല? r/3. ദെൻ മൈനസ് ഇവിടെ r raised to r² തന്നെയല്ലേ? ശരിയാണല്ലോ ചെയ്തത്. യെസ്, r raised to മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മൾ r² ഡിവൈഡഡ് ബൈ r² എന്ന് പറയുമ്പോൾ ചെയ്ത് നോക്കാം. ഇവിടെ r raised to 3/5r² എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് ഈയുടെ വാല്യൂ കിട്ടി. നമുക്ക് അടുത്തത് DE/DA ഡിഫറൻഷ്യേറ്റ് ചെയ്ത് = 0 എന്ന് ഇട്ട് കൊടുക്കുക. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് = 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക?
ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണല്ലേ, കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റു ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/3 ഉണ്ടായിരിക്കും, മൈനസ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3r² / 5 R². ഇനി ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കണം. ദിസ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഇപ്പുറത്തി വന്നപ്പോൾ 0 ആയി. ബാക്കി എന്തുള്ളത് 1/3 ഈക്വൽ ടു 3r² / 5 R². ശരിയല്ലേ? സോ ശരി, മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ലല്ലോ. സോ 3 നമുക്ക് ഇപ്പുറത്ത് എടുക്കാം അല്ലേ? യെസ്, കഴിഞ്ഞടാ, ശരിയാണ് കേട്ടോ. അപ്പോൾ r² ഈക്വൽ ടു 5 ഇപ്പുറത്ത് 5r² ഡിവൈഡഡ് ബൈ 9 എന്ന് വന്നു. ഓർ r ഈക്വൽ ടു √5/9 ഇൻറ്റു R. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ആറിൻ്റെ വാല്യൂ ഇതാവുമ്പോഴായിരിക്കും അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻറ്റൻസിറ്റി മാക്സിമം ആവുക. നമുക്ക് വേണമെങ്കിൽ വീണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയത്, √5/9 ഇൻറ്റു R കണ്ടോ, ഓപ്ഷൻ സി കാണാൻ പറ്റുന്നുണ്ടോ? സി വിൽ ബി ദ റൈറ്റ് ആൻസർ.